ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലോട്ട് സ്വാഗതം. അപ്പോൾ സച്ചിയുടെ ഓട്ടോയ്ക്ക് കയ്യും കാണിച്ച് സച്ചിയെ കണ്ട് ഞെട്ടി അങ്ങനെ ശ്രുതി ഓട്ടോയിൽ കയറി ഇരിക്കുവാണ്. ശ്രുതിയും ശ്രുതിയുടെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ. ശ്രുതിയെ കണ്ടതും സച്ചിയും വല്ലാണ്ടായിപ്പോയി. സച്ചി അപ്പോൾ ഫോൺ ചെയ്ത് ഒരു ഫ്രണ്ടിനെ വിളിച്ച് അഭിനയിക്കുവാണ്. എടാ എൻ്റെ കാറിൽ അത് ഞാൻ കാർത്തിക്കിന് കൊടുക്കുവാണ്, പകരം ഞാൻ അവൻ്റെ ഓട്ടോ ഓടിക്കുവാണെന്ന് പറഞ്ഞ് ശ്രുതിയെ പറ്റിക്കാൻ നോക്കുവാണ്. പക്ഷേ ശ്രുതി ആരാ മോള്, ശ്രുതി കള്ളത്തരമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പൗഡർ എടുത്തി കാശ് താന്ന് പറഞ്ഞ് കാശ് തരാതെ ശ്രുതിയൊക്കെ പോകുവാണ്. കാരണം വീട്ടിലെ ആളായതുകൊണ്ട് സച്ചി കാശ് തരില്ല, കാശ് ചോദിക്കില്ല എന്ന് ശ്രുതി ഓർത്തു. പക്ഷേ സച്ചി അങ്ങനെയല്ല കേട്ടോ, ഓടിയ ഓട്ടത്തിൻ്റെ കാശ് ശ്രുതിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു ചേട്ടൻ സച്ചിയോട് വന്ന് സംസാരിക്കുവാണ്. എടാ നീ കാറ് വിറ്റ കാര്യം മഹേഷ് പറഞ്ഞത് ഞാൻ അറിഞ്ഞു എന്നാണ് അയാൾ പറയുന്നത്. അയാൾ പറയുന്നത് ശ്രുതി കേൾക്കുന്നുണ്ട്. ശ്രുതിക്ക് അതോടെ മനസ്സിലായി സച്ചി കാറ് വിറ്റെന്നുള്ള കാര്യം. ശ്രുതിയാണെങ്കിൽ അത് ചൂടാറും മുമ്പേ നേരെ വീട്ടിൽ പോയി ശ്രുതിയോട് പറയുന്നുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഇത് അവനോട് ചോദിക്കണം എന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഓടിപ്പോയി ചന്ദ്രയോട് പറയാൻ പോകുന്നുണ്ട്. ശ്രുതി ചന്ദ്രയോട് പറഞ്ഞു കഴിയുമ്പോൾ ചന്ദ്ര അത് നേരെ പോയി രവിയോടും പറയുന്നുണ്ട്. നിങ്ങളോട് പറയാതെ അവൻ ഈ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കള്ളത്തരവില്ലേ, അത് നിങ്ങൾ ചോദിക്കണമെന്ന് ചന്ദ്ര രവിയെ എരികേറ്റി വിടുവാണ്. രവി അപ്പോൾ രവിചന്ദ്രൻ അച്ഛനാണെങ്കിൽ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ആലോചിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് രേവതിയാണ്. രേവതി പൂക്കട മാർക്കറ്റിൽ വെച്ച് സച്ചിയെ കാണുന്നതാണ്, അതും ഓട്ടോ ഓടിക്കുന്ന സച്ചിയെ. ഇത് കണ്ട് രേവതി ഞെട്ടി നിൽക്കുവാണ്. കാരണം രേവതിയോട് പോലും പറയാതെയാണല്ലോ സച്ചി കാറ് വിറ്റതും ഓട്ടോ ഓടിക്കുന്നതും. അപ്പോൾ ഈ കാര്യത്തിൽ രേവതി നല്ലോണം ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ വിശേഷം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.